box. And now the conflicts about someone and then wants to വാ സാറേ നമസ്കാരം. നമസ്കാരം. ഇരിക്കിരിക്കും. ഡോക്ടർ ഐസക്. അതെ അതെ. ആ ആ. ആ ആ ഓക്കെ ഓക്കെ. സാറേ ഇത് സാറിന്റെ സ്വന്തം വീട് തന്നെയാണോ? ഇതെന്റെ സ്വന്തം വീട് തന്നെയാ. ഇത് ഇത്ര അലങ്കോലമായിട്ട് കിടക്കണോണ്ടേ. അതെ അതെ, ഞാനിപ്പോ ഇവിടെ അങ്ങനെ അധികം താമസിക്കാറില്ല, എപ്പോഴും ഹോസ്പിറ്റലിലാണേ. കാരണം നമുക്ക് ഒരു ദിവസം 500ഓളം രോഗികളൊക്കെ നമ്മളെ കാണാൻ വരും. 500 വരുമോ? പിന്നെ കാരണം ഭയങ്കര ഫേമസ് ആയി പോയതുകൊണ്ട് അങ്ങനെയാണ്. ഡ്യൂട്ടി ഒഴിഞ്ഞിട്ട് ഒരു സമയത്തിന് ഒരു കാര്യത്തിന് സമയമില്ല ശരിക്കും പറഞ്ഞാൽ. എന്തായാലും എനിക്ക് ഇങ്ങോട്ട് വരാൻ സാധിച്ചത് നന്നായി അല്ലേ? അതെ അതെ. ഒരുപാട് ഡോക്ടർമാരെ പോയി കണ്ടത് എൻ്റെ ഡോക്ടറെ, പക്ഷേ ആർക്കും എൻ്റെ ഒരു അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഡോക്ടറിനെ പറ്റി അറിയുന്നത് തന്നെ. പിന്നെ വേറെ നോക്കിയില്ല, നേരെയും കയറി പോന്നു. യുനോ, ഒരുപാട് രോഗികൾ എൻ്റെ അടുത്ത് വന്ന് ഇതൊക്കെയാണ് പറയാറ്. അവരെവിടെയൊക്കെ പോയി ചികിത്സിച്ചിട്ട് രോഗം ഭേദമാവാതെ എൻ്റെ അടുത്ത് വന്ന് ചികിത്സിച്ച് ഭേദമായി പോയിട്ടുണ്ടെന്ന് അറിയോ? താങ്കളുടെ അസുഖം ഒരു മിറാക്കിളാണല്ലേ. ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത സാധാരണ അസുഖങ്ങളെയൊക്കെ ഞങ്ങൾ അങ്ങനെയാണ് ഡോക്ടർമാർ വിളിക്കാറ്. വായൊന്ന് തുറന്നേ. അതായത് ഇതിൻ്റെ ചില്ല് പൊട്ടിയിരിക്കും. ഇത് പണ്ട് ചില്ല് പൊട്ടിയതാ. ഒരാളുടെ അസുഖം ഭേദമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചതാ. മിസ്റ്റർ ദാസപ്പൻകുട്ടി, എന്താ ഡോക്ടർ? ബ്രൈറ്റ് ദ ബേസ് ഓഫ് ഫോർ ദി മെയിൻ സ്റ്റിക്ക് ബോൾ ഹെനാവാൻ. എന്താ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. ഒരുപാട് പേരില്ലാത്ത അസുഖങ്ങൾ നിലകൊള്ളുന്ന ഒരു നാടാണ് നമ്മുടെ ഈ കേരളം. അപ്പോൾ അതിലേതെങ്കിലും ഒരു അസുഖമാവാനാണ് ചാൻസ്. അല്ല ഡോക്ടർ ഒരു ദിവസം 100-500 പേരെയൊക്കെ ചികിത്സിക്കണല്ലേ? ഞാൻ കേട്ടത് ഡോക്ടറിന് ആളെ കാണുമ്പോൾ തന്നെ അസുഖം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റൂന്ന. മിസ്റ്റർ ദാസപ്പൻകുട്ടി, ഓരോ അസുഖങ്ങൾ കണ്ടുപിടിക്കുന്നതിനും ഞങ്ങൾ ഡോക്ടർമാർക്കൊക്കെ ഒരു സമയം വേണം. അല്ലാതെ ഞങ്ങൾ യന്ത്രങ്ങളൊന്നും അല്ലല്ലോ. ഞാൻ ഇത്ര നേരമായിട്ടും പറയാതിരുന്നതാണ്. എനിക്ക് താങ്കളുടെ അസുഖം എന്താണെന്നുള്ളത് മനസ്സിലായി. ഞാൻ പിന്നെ അതെങ്ങനെ ഒറ്റയടിക്ക് പറയും, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത്ര നേരം മിണ്ടാതിരുന്നത്. ജസ്റ്റ് മിനിറ്റ്സ്. മിസ്റ്റർ ദാസപ്പൻകുട്ടി ഒന്ന് വെളിയിലേക്ക് വരാമോ? വാ. ഇവിടെ ഇരുന്നല്ല, സാധാരണ സിനിമയിലൊക്കെ കണ്ടിട്ടില്ല എങ്ങനെയാ പറയാറ്. മിസ്റ്റർ ദാസപ്പൻകുട്ടി, ഒരു രോഗിയോട് അയാളുടെ രോഗത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അല്പം സൗമ്യമായിട്ടൊക്കെ സംസാരിക്കണമെന്നാണ് ഞങ്ങൾ ഡോക്ടർമാരുടെ ഒരു രീതി. എൻ്റെ പൊന്നു ഡോക്ടറെ, ഈ അസുഖം എന്നാന്ന് വെച്ചാൽ അങ്ങ് തെളിച്ച് പറ. ഈ കിടന്ന് സിനിമാക്കാരെ കാണിക്കണ പോലെ അവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കറങ്ങി തിരിഞ്ഞത് എന്നീ കാണിക്കുന്നത്. ഞാൻ 100 കിലോമീറ്റർ വണ്ടിക്കൂലിയും കൊടുത്ത് കൂടെ വന്നേക്കണേ. മിസ്റ്റർ ദാസപ്പൻകുട്ടി, ഞാൻ താങ്കളുടെ രോഗം എന്താണെന്നുള്ളത് പറയാം, പക്ഷെ അത് കേൾക്കുമ്പോൾ താങ്കൾ പാനിക്കാവരുത്. ഒരു രോഗിക്ക് ഏറ്റവും ആദ്യം വേണ്ടത് എന്താണെന്നറിയോ? കാശല്ലേ? കാശില്ലാത്തവനെ അവിടെ പോയി ചികിത്സിക്കാനാ? തൊലിച്ചു കഴിഞ്ഞെങ്കിൽ കാര്യം പറയാവോ? മിസ്റ്റർ ദാസപ്പൻകുട്ടി, ഒരു രോഗിക്ക് ഏറ്റവും ആദ്യം വേണ്ടത് ആത്മധൈര്യമാണ്. അതുണ്ടെങ്കിൽ ഏത് അസുഖത്തെയും നമുക്ക് മറികടക്കാൻ പറ്റും. അതൊക്കെ എനിക്ക് ആവശ്യം കൂടുതലുണ്ട് എൻ്റെ പൊന്നു ഡോക്ടറെ. ഡോക്ടർ കാര്യം പറ, എനിക്ക് അസുഖം എന്നാന്ന് പറ. താങ്കൾക്ക് പേരില്ലാത്തൊരു അസുഖമാണ് ദാസപ്പൻകുട്ടി. അതെന്നാ ഡോക്ടർ അങ്ങനെ ഒരു വർത്താനം? എല്ലാവർക്കും അസുഖത്തിന് പേരുണ്ടല്ലോ, എൻ്റെ അസുഖത്തിന് മാത്രം എന്നൊരു പേരില്ലാത്ത. അത് ശരിയാവില്ല. അത് ശരിയാവില്ല. അതിന് എല്ലാവരുടെ അസുഖത്തിനും പേരുണ്ടല്ലോ, എൻ്റെ അസുഖത്തിന് മാത്രം പേരില്ല. അതിനത് മിസ്റ്റർ ദാസപ്പൻകുട്ടി, താങ്കൾക്ക് അത്ര വാശിയാണെങ്കിൽ താങ്കളുടെ അസുഖത്തെ താങ്കൾ അച്ചു എന്ന് വിളിച്ചോളൂ. അച്ചുവിൻ്റെ അങ്ങനെ വിളിക്കാണ്ട് കുഴപ്പമുണ്ടോ? മിസ്റ്റർ ദാസപ്പൻകുട്ടി, താങ്കൾ ഇങ്ങനെ പാനിക്കാവരുതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. താങ്കൾക്ക് ചെറിയൊരു ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ ഈ അസുഖം ഭേദമാകും. അല്ല ഡോക്ടർ, ഒരു സ്കാൻ പോലും ചെയ്യാണ്ട് പിന്നെ ഇങ്ങനെ വെച്ച് നോക്കണം, നെഞ്ചത്ത് വെച്ച് നോക്കണം, സാധനം പോലും ഇല്ലാണ്ട് എങ്ങനെ ഇതൊക്കെ മനസ്സിലാക്കി? അതാണല്ലോ എൻ്റെ ഒരു രീതി. എങ്ങനെയാ, ഒരാളെ കാണുമ്പോൾ തന്നെ അയാളുടെ അസുഖം എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കി എടുക്കും. താങ്കളുടെ ചെറുകുടല് വൻകുടലിൻ്റെ താഴെ ഭാഗത്തായിട്ട് വേറെ ഒരു ആംഗിളിലാണ് സ്ഥിതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ചെറിയൊരു ഓപ്പറേഷൻ നടത്തി ആ വൻകുടലിൻ്റെ സ്ഥാനവും ചെറുകുടലിൻ്റെ സ്ഥാനവും ഒന്നും മാറ്റി വെച്ച് കഴിഞ്ഞാൽ താങ്കളുടെ ഈ അസുഖം മാറും. അതാണ് ഞാൻ പറഞ്ഞുള്ളൂ. ദാറ്റ് ഈസ് എ മെഡിക്കൽ ബിക്കോസ് യു നീഡ് ഓപ്പറേഷൻ. അല്ല ഡോക്ടറെ, എന്തെങ്കിലും മരുന്ന് ഗുളികയൊക്കെ കഴിച്ച് മാറ്റിയാൽ പോരെ? എന്തിനാ ഈ ഇത്ര പെട്ടെന്ന് ഓപ്പറേഷനൊക്കെ? ദാസപ്പൻകുട്ടി, അങ്ങോട്ട് വരൂ, ഞാൻ എല്ലാം വ്യക്തമായി പറഞ്ഞുതരാം.
ഒന്നും മനസ്സിലാകില്ലെന്ന് വെച്ചാൽ എന്ത് ചെയ്യും ദാസപ്പൻകുട്ടി ഇത്? മിസ്റ്റർ ദാസപ്പൻകുട്ടി, ആ. ഒരു ഗുളിക കഴിച്ചാലോ ഇച്ചിരി ഓയിൽമെന്റ് പുരട്ടിയാലോ മാറ്റിയെടുക്കാവുന്ന ഒരു അസുഖമല്ല താങ്കൾക്കുള്ളത്. പിന്നെ? തീർച്ചയായും യു നീഡ് എ ഓപ്പറേഷൻ. അല്ല ഡോക്ടറെ, എനിക്കൊരു ഡൗട്ടുണ്ട്. സംശയങ്ങൾ നല്ലതാണ്. ഒരു രോഗിക്ക് സംശയങ്ങൾ പാടില്ല. ചോദിക്കുക. ഡോക്ടർ ഏത് ആശുപത്രിയിലിരുന്നാ പണിയെടുക്കണേ? ഞാൻ ഊളമ്പാറ ഹയർ സെക്കൻഡറി മെമ്മോറിയൽ മെന്റൽ ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നത്. അവിടുത്തെ 340 റൂം 6 നമ്പർ ബെഡ്, അവിടെയാണ് എൻ്റെ ഓഫീസ്. ഓ അതേലേ. മിസ്റ്റർ ലോനപ്പ, ഈ ഓപ്പറേഷൻ താങ്കൾക്ക് അത്യാവശ്യമാണ്. താങ്കൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്താ, ഇത് ഉപയോഗിച്ചുകൊണ്ട് താങ്കളുടെ വയറ് ചെറുതായിട്ടൊന്ന് പൊളക്കുന്നു. അതിനുശേഷം നമ്മൾ പതുക്കെ ഒന്ന് അകത്തിയതിന് ശേഷം ആ ചെറുകുടിലും വൻകുടിലും ഒരു അങ്ങോട്ടും ഇങ്ങോട്ട് തട്ടിയിട്ടിട്ട് ഒന്ന് ലെവലൊക്കെ ചെയ്ത് ഒന്ന് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കത് വീണ്ടും തിരിച്ച് വയർ ഒട്ടിച്ച് സൂപ്പറായിട്ട് താങ്കളുടെ ഓപ്പറേഷൻ ഞാൻ നല്ല ഭംഗിയായിട്ട് നല്ല നടത്തി തരും. താങ്കളത് ഒന്നും പേടിക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ. ഡോക്ടറെ, ഇതുപയോഗിച്ചാണ് ഓപ്പറേഷൻ? അതെ. എന്തേ ഡോക്ടറെ, നമുക്ക് അടുത്ത വെള്ളിയാഴ്ചത്തേക്ക് ആക്കിയാലോ ഓപ്പറേഷൻ? വെള്ളിയാഴ്ച അല്ലേ? ഓക്കെ, നമുക്ക് അങ്ങനെയാണെങ്കിൽ വെള്ളിയാഴ്ചത്തേക്കിന് മാറ്റാം. പിന്നെ ഞാൻ പറയാനും മറന്നുപോയി, എനിക്ക് ഈ ആഴ്ച കുറേ ഓപ്പറേഷൻസുകളുണ്ട്. പിന്നെ എന്നാന്ന് വെച്ചാൽ ഇതിന് ഇച്ചിരി മൂർച്ച കുറവാണ്. ശരി, അതിന് മൂർച്ചയില്ല. അത് മൂർച്ച കൂട്ട്. ഇത് ഇച്ചിരി മൂർച്ചയൊക്കെ കൂട്ടി ഞാൻ സെറ്റ് ചെയ്ത് വെക്കാം. എന്നാ ഞാൻ വെള്ളിയാഴ്ച വരാം കേട്ടോ. ആയിക്കോട്ടെ. തോമസ് കുട്ടി ഒന്ന് നിന്നേ. ഒന്നിങ്ങി വന്നേ. എന്താ ഡോക്ടറെ? അല്ല, ചികിത്സിച്ച ഇത്ര നേരം ചികിത്സ നടത്തിയ എന്റെ പണമൊന്നും തന്നില്ല. ഒരു മിനിറ്റ്. എത്രയാ? അതിപ്പോ എന്തെങ്കിലും ഇപ്പൊ ഞാനിപ്പോ എന്ത് പറയാനുണ്ട്. ഞാനേ ATM പോയി എടുത്തിട്ട് വരാം. കുഴപ്പമില്ല, പോയിട്ട് വാ. ATM പോയി പയ്യെ എടുത്തിട്ട് വന്നാൽ മതിയല്ലോ. അത് നമുക്ക് സമയമുണ്ട്. ഡോക്ടറെ ഇത്ര പെട്ടെന്ന് വന്നോ? അതെ. ആഹാ. ഇതെന്നാ ജോർജ് കുട്ടി ഇത്? അത് പൈസ. ഇത് താൻ അറിഞ്ഞു തന്നാണോ അറിയാതെ തന്നാണോ? അല്ല, ഞാൻ ഒരു 500 കൂടുതലാണല്ലോ. അത് എൻ്റെ ഒരു സന്തോഷത്തിന്. അത് ശരി. അയ്യോ, ഞാൻ വിചാരിച്ച് കൈതട്ടി വല്ലതും വന്നാണോ. ആയിക്കോട്ടെ കേട്ടോ. ആയിക്കോട്ടെ. വെള്ളിയാഴ്ച വരെ. വെള്ളിയാഴ്ച. സത്യസന്ധമായ രോഗികളെയൊക്കെ ഇങ്ങനെ കാണുക എന്ന് പറയുന്നത് എന്ത് ചെയ്യും? ഭ്രാന്തൻ തന്നെ അങ്ങേര്. ചേട്ടാ, ഡോക്ടർ ഉണ്ടോ വീട്ടില്? ഡോക്ടറുണ്ട്. ഉണ്ടല്ലേ? സമാധാനായി. എന്നാ പറ്റി? ഭയങ്കര തലവേദനയാണ്. എന്നാന്നറിയാൻ പാടില്ല. ഡോക്ടറെ ഒന്ന് കാണിക്കട്ടെ. വേഗം ചെല്ലേട്ടാ. മിസ്റ്റർ അലാവുദ്ദീൻ, താങ്കൾക്കൊരു പേരില്ലാത്ത അസുഖമാണ്. അർജന്റായിട്ട് താങ്കൾക്കൊരു ഓപ്പറേഷൻ വേണ്ടി വരും.